പഴയത് കണക്ക് അങ്ങനെ ഓടി നടന്ന് എനിക്ക് എല്ലായിടത്തും മാനം പറ്റുന്നില്ല, എനിക്കും പരിപാടിയുണ്ട്, തിരക്കുണ്ട്. പക്ഷേ ഞാൻ പോയി പലതും കണ്ടെങ്കിലും ഒരു 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 മനസ്സിനൊരു തൃപ്തിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു സ്ഥലം പോയി കണ്ടു, ഓൾമോസ്റ്റ് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ അസോസിയേഷൻ്റെ ഒരുത്തരം ഇങ്ങോട്ട് വന്നിട്ട് ഒരു ജാട സംസാരം. അവൻ്റെ മോന്തവളൊക്കെ പറഞ്ഞാൽ കൊടുത്താലോ എന്ന് എനിക്ക് തോന്നി. അവൻ്റെ എനിക്ക് അവൻ്റെ ഇവൻ്റെയൊക്കെ പാഷൻ പഴുതൊക്കെ ഇവിടെ ആര് കാണാം. അതേസമയം ഇവിടെ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു അന്തരീക്ഷം. അങ്ങനെ ഞാൻ ഇവളോട് പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ഫ്ലാറ്റിൽ പോയി. ഞങ്ങളുടെ ഡ്രസ്സും ബാഗും എല്ലാം കൂടെ പൊക്കി എടുത്തിട്ട് വേറൊരു ഫ്ലാറ്റിൽ പോയി. അപ്പോൾ ആ ഫ്ലാറ്റ് മേടിക്കാൻ അതിന് 85 ലക്ഷം രൂപ ആ ഫ്ലാറ്റിൻ്റെ റേറ്റ്. അപ്പം അതായത് പ്ലെയിൻ ഫ്ലാറ്റ് ആണെങ്കിൽ അവർ പ്ലെയിനായിട്ട് ചുമ്മാ അതൊന്ന് ഫർണിഷ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം അത് മേടിച്ചിട്ട് നമുക്ക് ഫർണിഷ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പോയി കയറി, സാധനം തുണി എല്ലായിട്ട് കയറി കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു ഒരു വീർപ്പ് മുട്ടൽ. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ കയറിയിട്ട് ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നില്ല അതിനകത്തോട്ട് കയറിയപ്പോൾ. ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ തുണി എല്ലാം പാക്ക് ചെയ്ത് അതിനകത്ത് പോയി കയറിയതിന് ശേഷം വീണ്ടും ഹരിയെ വിളിച്ചു പറഞ്ഞ അളിയാ ഇത് ശരിയാവത്തില്ല. അപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റാണെന്നുണ്ടെങ്കിൽ വെറും വൃത്തികേടായിട്ട് കിടക്കുക. അറിയാലോ, കാര്യം ഞാൻ കഥ എഴുതാൻ വേണ്ടിയിട്ടിരുന്നതും ഒരു ബാച്ചിലർ ഫ്ലാറ്റ് പോലെ വെറും വൃത്തികേടായിട്ട് കിടക്കുന്ന ഫ്ലാറ്റാണ്. അപ്പോൾ അത്രയും പന്ന ഫ്ലാറ്റിലേക്ക് വരാൻ ബിഗ് ബോസ് ജയിച്ചു കഴിഞ്ഞ് വലിയ മറ്റേ സ്റ്റാർ ഹോട്ടലിലാണ്. എന്നെ ആരെപ്പോൾ വിളിച്ചാലും എവിടെ ഗ്രൗണ്ട് ഫ്ലോസിലാണല്ലോ, മാരിയറ്റിലാണല്ലോ, ലെമഗഡിയിലാണല്ലോ എന്നൊക്കെ പറയുന്ന ഞാൻ ചന്തയ്ക്ക് തുല്യമായ ഒരു ഫ്ലാറ്റ്. അപ്പൊ ഞങ്ങള് കണ്ടിട്ടില്ലേ, ഞാൻ മറ്റേ വീടിനകത്തൊക്കെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഓരോരുത്തർ യവൻ മിനി കൂപ്പറി നടക്കുന്ന അവന്റെ ഫ്ലാറ്റ് കണ്ട. ഇതിനകത്തൊന്നുമില്ല, ഫർണിഷും ചെയ്തിട്ടില്ല, സാധനങ്ങളും ഇല്ല, വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ഫ്ലാറ്റിലേക്ക് എന്നെ ആരോ ഇനി കൊണ്ട് തിരിച്ച് കയറ്റുകയായിരുന്നു. സത്യസന്ധമായി പറഞ്ഞ അങ്ങനെ ഒരു പ്ലാനുമില്ല. അപ്പം ഞങ്ങൾ അയൽക്കാരായിരുന്നല്ലോ. അപ്പം പുള്ളി കണ്ടു, സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അവര് ബോംബെയിലാണ്, ഇത് മേടിക്കണമെന്നൊന്നും പ്ലാനില്ല. വളരെ വിചാരിതമായി കാണുമ്പോൾ അങ്ങനെ സംസാരിച്ചു, അങ്ങനെ അങ്ങ് എത്തി. പക്ഷെ ഭയങ്കര എനിക്കെന്ന് വെച്ചാൽ ഒന്ന് ഇവിടുത്തെ അസോസിയേഷൻ ആൾക്കാർ, നമ്മളിവിടുത്തെ കെയർ ടേക്കേഴ്സ്, മാനേജേഴ്സ്, എല്ലാവരുടെയും സഹകരണം, പിന്നെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഒരു കംഫർട്ട് സോണ്, അന്തരീക്ഷം, മൊത്തത്തിൽ കുട്ടികൾക്ക് കിട്ടുന്നൊരു സന്തോഷം, ഇപ്പോൾ ഇവരുടെ പഴയ ഫ്രണ്ട്സ് കാര്യങ്ങൾ, അങ്ങനെ ഒരു നമ്മൾ ഭയങ്കര ഒരു കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റിയൊരു അന്തരീക്ഷം നമ്മുടെ മിസ്റ്റി ഹിൽസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ 2 ഫ്ലാറ്റ് കൂടെ ഈ ഭിത്തി പൊട്ടിച്ച് ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് വലിയ ഫ്ലാറ്റാണ്. ഇപ്പോൾ ഇത് എനിക്ക് 1550 സ്ക്വയർ ഫീറ്റ് വന്നിട്ടാണ്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു 3600 സ്ക്വയർ ഫീറ്റിൽ വലിയ രീതിയിലൊക്കെ ഫർണിഷൊക്കെ ചെയ്യാം. പിന്നെയും വിചാരിച്ചു നമുക്ക് വേണ്ട, വീടിനകത്ത് ഒരുപാട് അഹങ്കാരം കാണിക്കണ്ട, വീട് താമസിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമുക്ക് കംഫർട്ടാവുന്ന രീതിയിൽ ചെയ്യുക, വണ്ടിക്കകത്ത് അഹങ്കാരം കാണിക്കുക, പോകുന്നിടത്തൊക്കെ വില കിട്ടുമല്ലോ, വീടും ബുക്ക് എടുത്തോണ്ട് എല്ലായിടത്തും. നമ്മള് കഴിഞ്ഞ ദിവസം ഇന്നലെ കൊല്ലത്ത് പോയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും വലിയ വീടാണെങ്കിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പാടാം, ചെറിയ വീടാണെങ്കിൽ ഭയങ്കര മെയിൻറ്റെയിനാണ്. ഞാൻ ആ 2 ദിവസം കൊണ്ട് ഇവിടെ റോബോട്ട് ഉണ്ട്, ഏതാ